ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു ഹാപ്പി ശിവരാത്രി. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഞാനൊരു സ്വീറ്റ് ഡിഷും കൊണ്ട് ആണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ കാരണം ശിവന് വേണ്ടിയിട്ടുള്ള പ്രസാദത്തിന് വേണ്ടിയിട്ടാണ്. വൈകുന്നേരം വിളക്ക് വെക്കുമ്പോൾ ശിവന് പ്രസാദം വെച്ചിട്ട് വിളക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. കലാക്കണ്ട് എന്ന് പറയുന്ന റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഈസിയും കൂടി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പം അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാലോ. ഞാൻ ഇതിന് 6 പാക്കറ്റ് പാല്, അത് 3 ലിറ്റർ പാലാണ് ഇതിനെടുത്തിട്ടുള്ളത്. പിന്നെ അതിന് വേണ്ടുന്ന ഷുഗർ ഒരു 250 ഗ്രാംസ് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ പാല് കേടലാവാൻ വേണ്ടിയിട്ട് 2 നാരങ്ങയുടെ ജ്യൂസ് വേണം. പിന്നെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ബേക്കിംഗ് ട്രേ വേണം. പിന്നെ നെയ്യ്. ഇത്രയും കാര്യങ്ങളേ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പം നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാലോ. ഞാനിത് ഗ്യാസിന്മേൽ ഇനി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാല്. ഈ പാല് നമ്മൾ തിളച്ച് കുറുകി വരണം. കുറുകി വരുന്ന സമയത്താണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറുകി എടുക്കണം, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. പാല് നല്ല തള വരാൻ തുടങ്ങിയിട്ടുണ്ട്. കൈവിടാണ്ട് ഇത് ഇങ്ങനെ ഇളക്കി അതിന് നല്ല കുറുക്കിയെടുക്കുക വേണ്ടത്. ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ അത് ക്രീം മേലെ ഇങ്ങനെ ആയി നിൽക്കും. അപ്പോൾ ആ ക്രീം അങ്ങനെ മേലെ ഒരു പാട ഇങ്ങനെ ലെയറായി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഞാൻ നേരെ ഹാഫ് ക്വാണ്ടിറ്റി ആവും. എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് പോകാൻ. അപ്പൊ നമ്മള് പാല് കുറുകി ഇപ്പം ഈ ഒരു ഭാഗത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മള് ഇതിലേക്ക് ചെറുനാരങ്ങ കുറച്ച് ഡ്രോപ്പായി ഇട്ടിട്ട് തിളപ്പിച്ച് അതൊരു പനീർ ഫോമിലേക്കാക്കി മാറ്റണം. അപ്പം ഞാനിങ്ങനെ ഓരോരോ ഡ്രോപ്പ് ചെറുനാരങ്ങ ഒഴിച്ചിട്ട് നല്ലോണം കുറുക്കിയെടുക്കാൻ പോണേ. കുറച്ച് നാരങ്ങ നീരൊഴിച്ചിട്ട് നമ്മൾ കൈ വിടാണ്ട് ഇളക്കിയെടുക്കുക. വളരെ കുറച്ച് നാരങ്ങ നീരാണ് ഒഴിക്കേണ്ടത്. നല്ല കുറച്ചായിട്ട് വേണം ഇതിനെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് നല്ല ഫ്ലെയിമിൽ തന്നെ നിങ്ങൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. ചെറുങ്ങനെ അത് നമ്മൾക്ക് അത് കേടലായി കിട്ടുള്ളൂ പാല്. നല്ലോണം ഇളക്കിയെടുക്കണേ. അതിൻ്റെ കൂടെ തന്നെ ഇത് നല്ലോണം കുറുക്കിയെടുക്കുക. ചെറുനാരങ്ങയുടെ നീര് കുറച്ചായിട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആക്കിയിട്ട് വേണം ലൈം ജ്യൂസ് പിഴിയാൻ ഇതിലേക്ക്. ഇനി അടുത്ത ചെറുനാരങ്ങയുടെ ഒരു 2ാമത്തെ പീസും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രോപ്പായിട്ട് വേണം ആഡ് ചെയ്യാൻ. അത് മുഴുവനായിട്ട് ഒന്നിച്ച് കേടലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കൈവിടാണ്ട് ഇളക്കണം. പിന്നെ ആവുന്ന ഈ ഒരു ഡിഷ് ആക്കുമ്പോൾ നിങ്ങളൊരു നോൺ സ്റ്റിക്ക് പാനിനെ യൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ക്രീമെല്ലാം സൈഡിൽ സ്റ്റിക്കായി പോകും. അതുകൊണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് നല്ലോണം കുറുക്കിയെടുക്കാം. ശരി, ഇതിപ്പോ നല്ല പനീർ ഫോമിലേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 250 ഗ്രാംസ് പഞ്ചസാര എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ അത്രയും ഇടുന്നില്ല. ഞാൻ നോക്കിയിട്ട്
ആണ് ഇടുന്നുള്ളൂ. നമുക്ക് നോക്കിയിട്ട് കുറച്ചായിട്ട് ഇട്ട് നോക്കാം. ഇപ്പം 250 ഇത്രയും പഞ്ചസാര ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നല്ല മധുരം ഉണ്ടെങ്കിൽ നമുക്കതിന് അത്രയും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സ്വീറ്റ്നെസ്, നിങ്ങൾക്ക് എത്ര സ്വീറ്റ് ആവേണ്ട അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടാറുണ്ടല്ലോ, ഇത് നല്ല വെള്ളമായി പോയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, ഒന്നും കൂടി നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഇത് നോക്കിയാട്ടെ, ഇപ്പോൾ കലാക്കണ്ട് ഈ ഒരു ഫോമിലേക്ക് ആയിട്ടുണ്ട്. കട്ടിയായി വന്നിട്ടുണ്ട്, കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നതാണ്. അധികം നെയ്യില്ല, കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി. ഓക്കെ, 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. നമുക്ക് ഇതിനെ ഒന്നും കൂടി കുറുക്കിയെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം നോക്കിയാട്ടെ, ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ? അതിന്റെ വെള്ളമെല്ലാം ഏകദേശം വെള്ളം ഉണ്ടായിരുന്നു ഇതില്. ഞാൻ പഞ്ചസാര ഇട്ടിട്ട് നെയ്യ് ഒഴിച്ചാലും വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ ഇളക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും വെള്ളമെല്ലാം ഇപ്പം വറ്റി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ചും കൂടി ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ഇതൊരു ലെവലായി കിട്ടും. ഇപ്പം തന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയാലോ, അടിപൊളി ടേസ്റ്റാണ്. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ എൻ്റെ കലാക്കണ്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഈ പനീറും ഈ നെയ്യെല്ലാം സെപ്പറേറ്റ് ആയി നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വാങ്ങി വെക്കാം. ഇത് വാങ്ങി വെച്ചിട്ട് നമുക്കൊരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിതൊരു ട്രേയിൽ കുറച്ച് കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഈ ട്രേയിൽ ഉടനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു ഫോമിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ വാങ്ങുന്നതിനെക്കാട്ടും നിങ്ങൾ ആ ഹോം മെയ്ഡ് ടേസ്റ്റ് പറയാൻ പറ്റാത്ത ടേസ്റ്റാണ്. അത്രയും അപാര ടേസ്റ്റാണ്. പ്ലീസ് ഡു ട്രൈ ഫ്രണ്ട്സ്. ഇതൊരു മൗത്ത് വാട്ടറിങ് ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ ഞാൻ കുറച്ച് നട്ട്സ്, ആൽമണ്ട്സ്, പിസ്ത, കാഷ്യൂനട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്. ഇത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രണ്ട്സ്, ഇനി ഇത് നല്ല രീതിയിൽ സെറ്റായി കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഇങ്ങനെ ഒരു നല്ലൊരു വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ നല്ലൊരു മസ്ലിൻ ക്ലോത്തോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിങ്ങനെ കവർ ചെയ്ത് വെക്കാം. ചൂടോടെ തന്നെ നിങ്ങൾ കവർ ചെയ്ത് വെച്ചോളെ. എന്നിട്ട് ഇതിന് നമുക്ക് ചൂടുള്ള ഒരു പ്ലാനൽ തുണിയോ ബ്ലാങ്കറ്റോ ഒരു ഹെവി ആയിട്ടുള്ള ബെഡ്ഷീറ്റ്, നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആയാലും മതി. ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഒരു 2 to 3 hours വരെ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ അനക്കാണ്ട് വെക്കാം. ഈ ഒരു രീതിയിൽ ഒരു 3 hours അല്ലെങ്കിൽ 2.5 to 3 hours വരെ ഈ ഒരു ഫോമിൽ നിങ്ങൾ വെക്കുക വേണ്ട. എന്നിട്ട് നമുക്ക് ഒരു 2 hours കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ചെറുങ്ങനെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ 2.5-3 മണിക്കൂറാണ് സമയം പറഞ്ഞത്. പക്ഷേ അതിൻ്റെ മുമ്പേ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലാണ് ഉള്ളത്. ഇനി ഇത് ഞാൻ സന്ധ്യയൊക്കെ വിളക്കത്തിക്കുമ്പോൾ ശിവൻ്റെ പ്രസാദം വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് ചെറിയൊരു പീസ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ സെറ്റ് ആവാത്തത് കൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും.
പക്ഷേ ഒരു സൈഡിൽ നിന്ന് മാത്രം ഞാൻ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചാലേ ഭയങ്കര ടേസ്റ്റാണ് ഇത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഡിലിഷ്യസാണ്. ഹോം മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് അത്രയും ഡിലിഷ്യസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഞാൻ എന്തായാലും കഴിക്കുന്നില്ല, ഞാൻ പ്രസാദത്തിന് വെച്ചതിന് ശേഷം മാത്രമേ കഴിക്കുന്നുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് എന്താണെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Until then, bye.